നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ യൂത്ത് കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ആ ഗൂഢ ഉദ്ദേശത്തോടു കൂടി ആക്രമിക്കുകയായിരുന്നു. പറയുന്നത് CPM സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള MV ജയരാജനാണ്. MV ജയരാജൻ പറയുന്നത് കൊല്ലുക എന്ന് തന്നെയാണ് ഉദ്ദേശം. അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഇതിനകത്ത് നമുക്കൊരു സംശയമുണ്ട്. ഇതിനകത്ത് പറയുന്ന കാര്യം, കുറേ പോലീസുകാർ നിൽക്കുമ്പോൾ വീണ ജോർജിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ഒരു കറുത്ത തുണി വന്നു നിൽക്കുന്നു. ഇതാണ് CPM കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ദൃശ്യം. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ TV ചാനലിലും മറ്റെല്ലാം കാണുന്ന ദൃശ്യങ്ങളിലൊന്നും അതില്ലായിരുന്നു. ഈ ഒരു ദൃശ്യം വെച്ച് ഈ ജയരാജൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ കറുത്ത കൊടിയുമായിട്ട് ആരോ വീണ ജോർജിൻ്റെ അടുത്തുണ്ടെന്ന്. പക്ഷേ തൊട്ടു മുമ്പുള്ള ദൃശ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരു എന്താ ഡാർക്ക് ബ്ലൂ ഷർട്ട്, സഫാരി സൂട്ടൊക്കെ ധരിച്ച ഒരു ഗൺമാൻ. അത് വീണ ജോർജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കാം റൈറ്റ് സൈഡിലേക്ക് വരുന്നു. ഈ ദൃശ്യമായിരിക്കില്ലേ MV ജയരാജൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ? ജയരാജനല്ല, ചുംബൻ ജയരാജൻ. അപ്പൊ ഇതിന്റെ അകത്ത് ഈ സംഭവമൊക്കെ കഴിഞ്ഞ ശേഷം CPM അനുകൂല ചാനലുകൾ ഉണ്ടല്ലോ, കണ്ണൂരിലെ പ്രാദേശിക ചാനലുകൾ, അതെ, അവര് ഈ മൊത്തം ദൃശ്യങ്ങൾ ഉണ്ടല്ലോ, മൊത്തം ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാല് വീണ ജോർജിന്റെ അടുത്തൊന്നും ഈ 4 പ്രവർത്തകർ എത്തിയിട്ടില്ല. കേസു ഇതെല്ലാവർക്കും വളരെ വ്യക്തമാണ്. പക്ഷെ ഇത് എങ്ങനെയെങ്കിലും സ്ഥാപിക്കുകയും വേണം. കേസുകാരെ ആക്രമിച്ചു എന്നുള്ളത് സ്ഥാപിക്കണം. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സാധനം എഡിറ്റ് ചെയ്ത് കണ്ടുപിടിക്കാമോ എന്ന് നോക്കിയപ്പോ ഒരു കറുത്ത തുണി പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇത് കറുത്ത തുണി ധരിച്ച എന്താണ് മാസ്ക് എന്നൊക്കെ പറയുന്നത്, ഒരു ചാവേർ നമുക്ക് ചിത്രീകരിക്കാം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൊരു അഭ്യാസം ആണ് ജയരാജൻ പറയുന്നത്. ചാവേർന്ന് തന്നെയാണ്. അതെ, ചാവേറിലേക്ക് ഞാൻ വരാം. ചാവേർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് ജയരാജനെ പഠിപ്പിക്കാം. നമുക്ക് കാരണം ചാവേർ എന്താന്നൊക്കെ നമുക്ക് പഠിപ്പിക്കാം. അപ്പൊ ഇതിന് സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറുത്ത തുണിയുടെ ഉടമസ്ഥൻ MS അഭിലാഷ് എന്ന വീണ ജോർജിന്റെ ഗൺമാൻ ആണ്. അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് ഈ കറുത്ത തുണിയായിട്ട് ദൃശ്യങ്ങളിൽ കാണപ്പെടുന്നത്. അത് വളരെ വ്യക്തമാണ്. കാരണം ഈ സംഭവം ഉണ്ടാവുമ്പോ ഈ വലത്തേക്ക് MS അഭിലാഷ് ഗൺമാൻ മാറുകയാണ്. ഗൺമാനെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ടല്ലോ. അതെ, മന്ത്രിയെ സംരക്ഷിക്കും. അതെ. അപ്പൊ അങ്ങേര് ഒരു കരിനീല എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള, കറുപ്പല്ല, കരിനീല എന്ന് പറയാവുന്ന സഫാരി സ്യൂട്ടാണ് അഭിലാഷ് ധരിച്ചിരിക്കുന്നത്. അതായത് ഈ ഗൺമാന്മാരെല്ലാം സാധാരണ ധരിക്കുന്ന അല്ലേ, അത് തന്നെ. ആ സൂട്ടാണ് ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ MS അഭിലാഷ് എന്ന് പറഞ്ഞ ഗൺമാന്റെ ഷോൾഡറിൽ ആ സമയത്ത് ഷോൾഡർ ബാഗ് ഉണ്ട്. അപ്പം ഈ ദൃശ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കറുത്ത തുണി മാത്രമല്ല കാണുന്നത്, ഈ MS അഭിലാഷ് ധരിച്ചിരുന്ന ഷോൾഡർ ബാഗിന്റെ വള്ളി കൂടി, മണ്ണിന്റെ ഒക്കെ നിറമുള്ളൊരു വള്ളി, ആ വള്ളി കൂടി ദൃശ്യങ്ങളിൽ കാണാം. എന്ന് പറഞ്ഞാൽ മിനിസ്റ്ററുടെ ബാഗ് ഒരുപക്ഷെ ഈ അഭിലാഷം വാങ്ങി പിടിച്ചത് വായിക്കൂടെ? അതാകാം, ഒരു ഷോൾഡർ ബാഗിന്റെ വള്ളിയും കൂടി കാണാം. അപ്പൊ കരിങ്കൊടിയുടെ കൂടെ പലതും അങ്ങോട്ട് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതെ, കരിങ്കൊടിയുടെ കൂടെ എന്തായാലും വള്ളി കാണില്ലല്ലോ അല്ലെ? അതില്ല. അപ്പൊ ഇതിന് പിന്നെ അണ്ടർവെയറിന്റെയോ മറ്റോ വള്ളി എന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് ഷോൾഡറിലാണ്. അപ്പൊ അതുകൊണ്ട് മറ്റേ ഷോൾഡറിന് അടിവസ്ത്രം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് അതാണ്. അപ്പോ ആ ചാവേർ കഥ പൊട്ടിപ്പാളീസായിരിക്കുന്നു. കാരണം ഈ കറുത്ത തുണി എന്ന് പറഞ്ഞ അതിന്റെ ഉടമസ്ഥൻ ചാവേറല്ല, MS അഭിലാഷ് എന്ന് പറഞ്ഞ ഗൺമാൻ ആണ്. അപ്പൊ MV ജയരാജന്റെ ഈ നിലപാടുകൾ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. അത് പൊളിഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനൊരു തിരക്കഥ ഉണ്ടാവില്ലേ സാറേ? കാരണം ഈ വീണ ജോർജ് വളരെ പ്രകോപിതയായിട്ട് നിൽക്കുന്ന ദൃശ്യം കാണുന്നുണ്ട്. 3-4 കേസുകാർ വരുമ്പോൾ പോലീസുകാർ അവരെ തടയുന്നുണ്ട്. ആ സമയത്ത് വീണ ജോർജ് വാടാ എൻ്റെ അടുത്തേക്ക് വാടാ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ വനിതാ SI ആണെന്ന് തോന്നുന്നു, അവരുൾപ്പെടെ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകരുത്, അവരുടെ അടുത്തേക്ക് പോകരുത്, അവർക്ക് സംരക്ഷിക്കണമല്ലോ, ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ശേഷം വീണ ജോർജ് സ്മൂത്തായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ നിയമസഭാ സ്പീക്കറായിട്ടുള്ള AN ഷംസീർ അവിടെ നിൽക്കുന്നു. AN ഷംസീറും വീണ ജോർജിയോട് സംസാരിച്ചതിന് ശേഷം പിന്നെ കാണുന്നത് വീണ ജോർജ് കഴുത്തിൽ കൈവെക്കുന്ന, ഒരു കയ്യിൽ ഫോണും പിടിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ കൈവച്ച് കഴുത്തിൽ പിടിച്ചിട്ട് എൻ്റെ കഴുത്തിന് വേദനയാണെന്ന് പറയുന്നു. അതിനുശേഷം ഷംസീർ നൽകുന്ന പ്രതികരണത്തിൽ പറയുന്നു, ഞാനും ഈ ആരോഗ്യമന്ത്രിയും കൂടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലോ മറ്റോ പോകാനായിട്ടിരുന്നതാണ്, പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് വീണ ജോർജിൻ്റെ കഴുത്തിന് പരിക്കേറ്റു, അതുകൊണ്ട്
വീണ ജോർജ് പോകുന്നില്ല, ഇവിടുത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഇത് ഡിക്ലെയർ ചെയ്യുന്നത് എൻ ഷംസീറ. അപ്പൊ എൻ ഷംസീർ നല്ലൊരു തിരക്കഥാകൃത്താണ്. തിരക്കഥാകൃത്ത് മാത്രമല്ല, ഒന്നാം തരം ഓപ്പറേറ്ററാണ്. പണ്ടും അതെ, തലശ്ശേരിയില് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു വലം കൈ എന്നുള്ള നിലയ്ക്കാണല്ലോ ഷംസീർ നടന്നുകൊണ്ടിരുന്നത്. അതെ, മറ്റേ കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ അതിനുള്ള ഫണ്ട് സമാഹരണം നടത്തിയാണ് ഈ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രിയപുത്രനായിട്ട് ഷംസീർ മാറുന്നതൊക്കെ. ഞാൻ AK സെന്ററിൽ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തനായിരിക്കുമ്പോൾ പലപ്പോഴും കോടിയേരിയുടെ മുറിയിൽ ഞാനിരിക്കുമ്പോൾ ഷംസീർ, എനിക്ക് ഷംസീറിനാണെന്ന് അറിയില്ല, പയ്യനല്ലേ ഈ മുറിയിൽ വരുന്നത് കാണാം. പിന്നീട് നമ്മൾ തിരിച്ചറിയുകയാണ് ഇത് ഷംസീർ ആയിരുന്നല്ലോ എന്നുള്ളത്. അപ്പൊ അത്ര കാലം മുമ്പേ ഉള്ള ബന്ധമുണ്ടല്ലേ, വലിയ ബന്ധമാണ് അവര് തമ്മിൽ. അങ്ങനെ കോടിയേരിയുടെ ഒരു മാനസപുത്രനായിട്ട് തന്നെ വന്നതാണ്. ആ കാലത്ത് തന്നെ തലശ്ശേരിയിൽ പല ഓപ്പറേഷൻസും ഒക്കെ നടത്തുന്ന ആളാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം മുതലെടുക്കുക എന്നുള്ളത് ഷംസീറിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഈ സംഭവത്തിൽ ഒരു ദുരൂഹതയുമില്ല എന്നുള്ളതാണ്. കാരണം അത്രയും ദൃശ്യങ്ങളും സംഭാഷണങ്ങളും ദൃശ്യപ്രധാനവും സംഭാഷണ പ്രധാനവുമായ ഒരു സിനിമ അത്രേ ഇത് എന്ന് പറയാവുന്ന വിധത്തിലാണിത്. തിരക്കഥയും സംഭാഷണവും കഥയും എല്ലാം സംവിധാനവും മൊത്തം വ്യക്തമായിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ആണ് ഇത്. അപ്പോ ഇതിന് വേണമെങ്കിൽ ഷോർട്ട് ഫിലിമിന് മോണോ ആക്ട് എന്ന് പേരിടുകയൊക്കെ ചെയ്യാം. ഈ വീണ പറയുന്ന 3 വാചകങ്ങളില്ലേ, അതുപോലും കൃത്യമായിട്ട് ഈ സംഭാഷണം പോലും അതിൻ്റെ അകത്ത് കേൾക്കാം. അവരെ വിട്, എനിക്കിത് കൂടി നടക്കണ്ടേ, അവര് ഇനിയും വരട്ടെ എന്നുള്ള അർത്ഥത്തിലുള്ള 3 വാചകങ്ങളാണിത്. എന്ന് പറഞ്ഞാൽ അവരുടേതായ ഒരു ധാർഷ്ട്യം പ്രകടമാക്കുന്നതാണ്. കാരണം വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാം എന്നുള്ളതാണ്. ഒരു പ്രകോപനം ഉണ്ടായ ഇത് ശാന്തമാക്കി നമ്മൾ വിടുകയല്ലേ. ആ വാചകങ്ങളല്ല അവരുടേത്. ഞാനൊരു മഹാസംഭവമാണ് എന്ന മട്ടിലാണ് ഇവര് പോലീസുകാരോടത് പറയുന്നത്. അത് പറയുമ്പോഴൊന്നും ഇവർക്കൊരു പ്രശ്നമില്ല, കഴുത്തിന് വേദനയില്ല, ഒന്നുമില്ല. 1-ാം പ്ലാറ്റ്ഫോമിൽ ഈ സംഭവം നടന്നു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് 3-ാം പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോ അവിടെ ഷംസീർ ഉണ്ട്. അപ്പോ ഷംസീറിന് എന്നെ അറിയാൻ പറ്റാത്ത കാലത്ത് ഞാനും ഷംസീറിനെ അവിടെ പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ ഷംസീറിനെ കണ്ടപ്പോഴാണ് പിന്നെ ഷംസീർ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ തന്നെ. വലിയ പരിക്കാണ്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മുഖ്യമന്ത്രിയൊക്കെ വിളിച്ചിട്ട് ഇത് കണ്ണൂർ ഓപ്പറേഷൻ എങ്ങനെയാണോ സാധാരണഗതിയിൽ അത് കൃത്യമായിട്ട് ഷംസീറിന് അറിയാം, ജയരാജനും ഒക്കെ അറിയാം. ഇത് സുധാകരനൊക്കെ കറക്റ്റായിട്ട് അതിന്റെ ഉള്ളറകളും അറിയാമല്ലോ, കെ സുധാകരനും ഒക്കെ. അദ്ദേഹം മുമ്പ് മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോയി തന്നെ നിരാഹാരം കിടന്നൊക്കെ ഓർക്കുന്നില്ല. ഇതൊക്കെ ശരിക്കും നേരിട്ട് പരിചയമുള്ള ആളാണ് സുധാകരൻ. അപ്പോ ഈ തിരക്കഥയുണ്ടല്ലോ, മറ്റേ തിരക്കഥ പിന്നെ ഉണ്ടാക്കുന്നത് ഷംസീറാണ് എന്നുള്ളത് വളരെ വ്യക്തം. ഷംസീർ പറഞ്ഞിട്ടുമുണ്ട്. അതെ, ഷംസീർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു മീഡിയയോട്. ഇനി അതിനനുസരിച്ച് ഈ ആരോഗ്യമന്ത്രിക്ക് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന അവിടുത്തെ മറ്റേ ഈ ആളുകളെ കൊണ്ടുവന്ന ഒരു വാഹനത്തിലേക്ക്, പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിക്കുന്ന വണ്ടിയിലേക്ക് ട്രെയിൻ യാത്ര റദ്ദാക്കുന്നു. അത് ഈ ഷംസീറിന്റെ പ്രഖ്യാപനത്തിലൂടെയാണ് നമ്മൾ ചിത്രം വരുന്നത്. അതെ സാർ, ഇതൊക്കെയാണെങ്കിൽ പോലും അവിടെ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നത് ഈ MV ജയരാജനാണ്, ഷംസീറാണ്. പക്ഷേ വീണ ജോർജ് ഉൾപ്പെടുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി ഉണ്ട്, രാജു അബ്രഹാം. മുൻ MLA ആയിരുന്നു, 3 തവണയും 4 തവണയൊക്കെ MLA ആയതാണ്. ഒരു തവണ പോലും മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. ഈ രാജു അബ്രഹാമിനോട് അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ CPM ജില്ലാ നേതൃത്വത്തിന് വീണ ജോർജിനോടുള്ള സമീപനം എന്താണെന്നൊക്കെ നമ്മൾ പലതവണ കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. ഈ രാജു അബ്രഹാം ഒരു പ്രതികരണം പോലും നടത്തിയിട്ട് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഈ കൊലപാതക ശ്രമമാണെന്ന് MV ജയരാജനല്ലേ പറഞ്ഞിട്ടുള്ളത്? വെറും രാജു അബ്രഹാം അല്ല, ഇപ്പൊ അദ്ദേഹം പദവിയൊക്കെ മാറി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുള്ള രാജു അബ്രഹാം. പിന്നെ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പോ ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് ആവശ്യമുള്ള ആളല്ലല്ലോ വീണ ജോർജ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വീണ ജോർജിനെ നിർദ്ദേശിച്ചിട്ടുമില്ല. MLA ആയിട്ട് കഴിഞ്ഞ തവണ. മന്ത്രി ആയതൊന്നും അങ്ങനെയല്ല. കാരണം അവര് മന്ത്രിയാകുമ്പോ അവര് സംസ്ഥാന കമ്മിറ്റി അംഗമൊന്നും അല്ലല്ലോ, ജില്ലാ കമ്മിറ്റിയിൽ പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് നിർദ്ദേശിച്ചിട്ടില്ല. ഇപ്പോഴും ആറന്മുളയില് അവര് സ്ഥാനാർത്ഥിയായി വരണമെന്ന് ജില്ലാ കമ്മിറ്റിക്കോ രാജു അബ്രഹാമിനോ ഇല്ല. അപ്പൊ അതുകൊണ്ട് മറ്റേ
മറ്റേ ശബരിമല പ്രശ്നത്തിലുമൊക്കെ പത്മകുമാറിന്റെ കാര്യത്തിലുമൊക്കെ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാടല്ലായിരുന്നല്ലോ ജില്ലാ കമ്മിറ്റിക്ക്. അല്ലേ? കൊള്ളയുടെ കാര്യത്തിലും അവര് വേറെ നിലപാടായിരുന്നു. ബദൽ നിലപാടുകൾ ഉള്ള കമ്മിറ്റി തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. പത്മകുമാറിന്റെ കൂടെ ആ ജില്ലാ കമ്മിറ്റി നിന്നിട്ടില്ല, സംസ്ഥാന കമ്മിറ്റിയാണ് അല്ലെങ്കിൽ പിണറായി വിജയനാണ് നിന്നിട്ടുള്ളതെന്ന് പറയാം ആ കാര്യത്തിൽ. ഈ കാര്യത്തില് മര്യാദക്കാണെങ്കിൽ ജില്ലാ കമ്മിറ്റി പത്മകുമാറിനെതിരെയൊക്കെ നടപടിയെടുത്തിട്ടേ അവരവരുടെ അഭിപ്രായമൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയേനെ. പത്മകുമാറിനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് സംസ്ഥാന നേതൃത്വമാണ് എന്ന് പറഞ്ഞതുപോലെ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ പിണറായി വിജയൻ ആണ് വീണ ജോർജിനെയും സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. മറ്റേ ആറന്മുളയിൽ വീണ ജോർജ് വേണം എന്ന് അവർക്ക് താല്പര്യമില്ല. ആരോഗ്യരംഗം അവര് മര്യാദയ്ക്ക് നോക്കിയതായിട്ട് നാട്ടുകാർക്ക് പറഞ്ഞുകൂടാ. അപ്പോ അതുകൊണ്ട് യാഥാർത്ഥ്യം അറിയാവുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, രാജു എബ്രഹാം പഴയ ദേശാഭിമാനി ലേഖകനാണല്ലോ, പ്രതികരിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയൊരു വ്യാജ നരേഷനാണ്, ഒരു തിരക്കഥ മാത്രമാണ്, ഭാവനയിൽ വിരിഞ്ഞതാണ് എന്നൊക്കെയുള്ള ബോധം പത്തനംതിട്ടക്കാർക്കുണ്ട്. ഇതെങ്ങനെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ജ്ഞാനായ സമുദായത്തിൽ നിന്നുള്ള ആളല്ലേ രാജു എബ്രഹാം. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. അവിടെ മറ്റേ വീണ നിന്നാൽ തന്നെ ജയിക്കുവോ എന്ന് കണ്ടറിയണം. സാർ, ഒരു സംശയങ്ങളുണ്ട്. അതായത് നിലവിൽ ഈ വീണ ജോർജ് ഈ കണ്ണൂർ പൊളിറ്റിക്സിലെ എങ്ങനെയാണ് കണ്ണൂർ പൊളിറ്റിക്സ് സംഭവങ്ങളൊക്കെ ട്വിസ്റ്റ് ചെയ്യുന്നതെന്ന് വീണ ജോർജിന് കൃത്യമായിട്ട് ധാരണയില്ല. പക്ഷേ ഷംസീർ അതിനകത്ത് ഇടപെട്ടപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടു. അവിടെ അവർക്ക് അതിനകത്ത് നാണക്കേടില്ല, ചമ്മലില്ല, അവരെ ഫേസ് ചെയ്യുന്നതിന്, നാട്ടുകാരെ ഫേസ് ചെയ്യുന്ന പ്രശ്നമില്ല. പക്ഷേ വീണ ജോർജ് എന്ന് പറയുന്നതും ഈ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ ഈ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് മുമ്പിൽ, അവരുടെ കീഴിലുള്ള ഡോക്ടേഴ്സിന് മുമ്പിൽ, ആരോഗ്യ പ്രവർത്തകരുടെ മുമ്പിൽ ഇനി അവർക്ക് മുഖത്ത് നോക്കി ഈ കാപട്യമല്ല കാണിച്ചതെന്നുള്ള രീതിയിൽ സംസാരിക്കാനോ ഇടപെടാനോ പറ്റുമോ? നാണം കെട്ട ഒരു നിലപാടല്ലേ? അങ്ങനെയല്ലല്ലോ. CPM നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാപട്യത്തിൻ്റെ വലിയ ആൾരൂപങ്ങൾ കൂടി ആയിരിക്കണം. മാത്രമല്ല ഈ കണ്ണൂർ ഈ ഉപരാഷ്ട്രീയം ഉണ്ടല്ലോ CPM അകത്തെ, മറ്റേ കുലരാഷ്ട്രീയം, കുലങ്ങൾ അനുസരിച്ചിട്ടല്ലേ, അതുകൊണ്ടാണല്ലോ കുലംകുത്തി എന്നുള്ള പ്രയോഗം തന്നെ വരുന്നത്. അത് കുലമായിട്ടാണ് കാണുന്നത്, കുലമായിട്ടാണ്, ഗോത്ര സ്വഭാവമുള്ള സംഭവമാണ്. അപ്പൊ ആ ഗോത്ര സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് കൂടി തീർന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സംരക്ഷണം കിട്ടും. ആ കുലത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ കുലത്തിലേക്ക് ഇപ്പൊ MV ജയരാജനും പിണറായി വിജയനും ഷംസീറും കൂടി വീണ ജോർജിനെ ദത്തെടുത്തു. അപ്പൊ അവർക്ക് നല്ല ഭാവിയുണ്ട് പാർട്ടി. അപ്പൊ വീണ ജോർജിന്റെ കുലം മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.